എൻ ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ ഇടപെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം. എ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ വിളിച്ച് തീരുമാനം പുനഃപരിശോധിക്കുവാൻ ആവശ്യപ്പെട്ടു. നയപരമായ കാര്യങ്ങളിൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിഷയത്തിൽ രാഹുൽ ഗാന്ധിയും ഇടപെട്ടേക്കുമെന്നുള്ള സൂചനയും പുറത്തുവരുന്നുണ്ട്. പി.വി. കുട്ടൻ ചേരുകയാണ് വിശദാംശങ്ങളുമായി. കുട്ടൻ, നമ്മൾ രാവിലെ തന്നെ ഈ വിഷയത്തിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ കുട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹൈക്കമാൻഡിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്ന്. ഇപ്പോഴിതാ ഒരു ഇടപെടൽ എത്തിയിരിക്കുകയാണ്. ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ വിളിച്ച് തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പ്രശ്നത്തിലേക്ക് ഇടപെട്ടേക്കാം എന്നൊരു സൂചന കൂടി പുറത്തു വരുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വളരെ ശക്തമായി ഇടപെടുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിളിച്ചു ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം തേടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം കൂടി നൽകിയിരിക്കുന്നത്, ഈ സർക്കാരിന്റെ നയപരമായ വിഷയങ്ങൾ വരുമ്പോൾ അത് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാതെ പാർട്ടിയുമായി KPCC-യുമായി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ എന്നുള്ള നിർദ്ദേശവും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്ന ഘട്ടം മുതൽ തന്നെ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളൊക്കെ ഏകപക്ഷീയമായി കൈക്കൊള്ളുന്നു എന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനം കോൺഗ്രസിന്റെ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ലീഗിന്റെ മന്ത്രിമാരുൾപ്പെടെ നേതാക്കൾക്കുമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വിഷയത്തിൽ കൂടിയാണ് ഇപ്പോൾ എ.ഐ.സി.സി നേതൃത്വം ഇടപെട്ടിരിക്കുന്നത്. നയപരമായ വിഷയങ്ങൾ വരുമ്പോൾ അത് UDF-നെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി പാർട്ടി നേതാക്കളുമായി ആലോചിച്ചുകൊണ്ട് മാത്രം ഇത്തരം വിഷയങ്ങൾ, ഈ ശേഷാദ്രിനാഥിന്റെ നിയമന വിഷയം മാത്രമല്ല, ഇനി വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഉൾപ്പെടെ വളരെ കൃത്യമായി പാർട്ടിയുമായി ഒരു കൂടിയാലോചന വേണം എന്നുള്ളതാണ് എ.ഐ.സി.സി നേതൃത്വം ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന നിർദ്ദേശം. രാഹുൽ ഗാന്ധിയും വി.ഡി. സതീശനെ ബന്ധപ്പെട്ടേക്കുമെന്ന് സൂചനയുണ്ട്. ഏതായാലും PM നിയാസ്, KPCC ജനറൽ സെക്രട്ടറി PM നിയാസാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ പരാതിയുമായി രംഗത്ത് വന്നത്. അദ്ദേഹം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും അതോടൊപ്പം തന്നെ എ.ഐ.സി.സി നേതൃത്വത്തിനുമൊക്കെ ഈ പരാതി നൽകിയിരുന്നു. അതിന്മേലാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ വി.ഡി. സതീശൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. കാരണം മന്ത്രിസഭയിൽ ഇക്കാര്യം വന്ന ഉടൻ തന്നെ ഈ ഫയൽ ലോക്ഭവനിലേക്ക് ഗവർണറുടെ അനുമതിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും അയച്ചിട്ടുണ്ട്. വളരെ തിടുക്കത്തിലായിരുന്നു ഈ നിയമന നടപടികളൊക്കെ വന്നത്. ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉൾപ്പെടെ ഈ പേര് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയായിരുന്നു എന്നുള്ള വിവരങ്ങളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇത്രയും മുന്നോട്ട് പോയ സ്ഥിതിക്ക് വി.ഡി. സതീശൻ ഇതിൽ നിന്നും പെരുമാറുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ രാവിലെ മുതൽ തന്നെ PM നിയാസ് ഇദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി അനുമതി തേടിയിരുന്നു. പക്ഷേ ഇതുവരെയും അദ്ദേഹത്തിന് അനുമതി ലഭിച്ചിട്ടില്ല. ഇന്നും PM നിയാസ് തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇന്നലെ നിയമസഭാ സമ്മേളനത്തിന് തിരക്കായതിനാലാണ് കാണാൻ പറ്റാത്തത് എന്നുള്ളതാണ് അദ്ദേഹം നൽകിയിരിക്കുന്ന വിശദീകരണം. പക്ഷേ വി.ഡി. സതീശൻ വലിയ അതൃപ്തിയിലാണുള്ളത്.